വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിത്തറ ചൂട്ടിൽ മേളം പെയ്തിറങ്ങിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇനി തെക്കോട്ടിറക്കമാണ്. 5 മണിക്ക് തെക്കോട്ടിറക്കത്തിന് ശേഷമാണ് കുടമാറ്റം. തത്സമയ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനും അരുൺ കൊടുങ്ങൂരും ചേരുന്നുണ്ട്. മിഥുൻ, അരുൺ പറയൂ. തീർച്ചയായും വടക്കുംനാഥ ക്ഷേത്രത്തിന് മുൻപിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഈ ദിവസം പകൽ ആരംഭിച്ചത് മുതൽ തന്നെ പലയിടങ്ങളിലായി പല ആഘോഷങ്ങളിലായി നമുക്കറിയാം, ഓരോ ആഘോഷവും ഓരോ മേളവും ഓരോരുത്തർക്കും ആസ്വാദ്യമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനമെന്ന് ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. ചിലർക്ക് മടത്തിൽ വരവായിരിക്കും, ചിലർക്ക് ഇലഞ്ഞിത്തറ മേളമായിരിക്കും, ചിലർക്ക് പാറമേക്കാവ് ഭഗവതിയുടെ ഇറക്കമായിരിക്കും, അതായത് പൂരപ്പുറപ്പാടായിരിക്കും, ആ ചെമ്പടമേളമായിരിക്കും. ചിലർക്ക് ഘടകക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിനൊപ്പം സഞ്ചരിച്ച് വടക്കുംനാഥനിലേക്ക് എത്തുകയായിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും തൃശ്ശൂർ പൂരം ആർക്കും ഒറ്റ സ്ട്രെച്ചിൽ പൂർണ്ണമായും കാണാൻ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പൂരത്തിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പൂരം നഷ്ടപ്പെടുന്ന, ഏതെങ്കിലും അനുഭവം നഷ്ടപ്പെടുന്ന കാഴ്ചയുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഈ പൂരപ്പറമ്പിൽ നടക്കുന്ന ഒരേ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്, ഒരേ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഈ തെക്കോട്ടിറക്കമാണ്. അതായത് ഏതൊരാൾക്കും ഈ തെക്കോട്ടിറക്കവും കുടമാറ്റവും കാണാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങായി ഈ തെക്കോട്ടിറക്കം മാറുന്നു എന്നുള്ളത്. ഇപ്പോഴറിയാം, നമുക്ക് കാണുന്ന ആ ദൃശ്യങ്ങളിൽ നിന്നുണ്ട് ആ ഗോപുരവാതിലിന് ഉള്ളിലൂടെ അതിനകത്ത് പോലീസുകാരും ഭക്തജനങ്ങളും നിറഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ആ കാഴ്ചയ്ക്ക് അവിടെ നിന്ന് ആ ഒരു ദ്വാരത്തിന് ഉള്ളിൽ നിന്ന്, ആ ഒരു പ്രവേശന കവാടത്തിൽ നിന്ന് ഇപ്പോൾ ഒരു നെറ്റിപ്പട്ടവും അതുപോലെ തന്നെ ഒരു കോലവത്തിൻ്റെയും ആ സ്വർണ്ണ മിനുക്കം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയിട്ടുള്ള തൃക്കടവൂർ ശിവരാജു എന്ന ആ ഗജരാജൻ അല്പസമയത്തിനകം തന്നെ ആ ഗോപുരവാതിലിൻ്റെ ഉള്ളിലൂടെ കടന്നു വരും, ആ പ്രവേശന കവാടത്തിനുള്ളിലൂടെ കടന്നു വരും എന്നുള്ളതാണ്. ആ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടി എത്രയോ ജനങ്ങളാണ് ഈ കൊടും ചൂടിനെയും തൃണവൽക്കരിച്ചുകൊണ്ട് അവിടെ എത്തിയിരിക്കുന്നത്. അവരെല്ലാം തന്നെ അവർക്ക് ലഭിച്ച സാധ്യമായ തൊപ്പിയിട്ടും കണ്ണടയിട്ടും കൂടെ വെള്ളം കുടിച്ചും ഈ ഉഷ്ണതരംഗത്തെ തോൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ നിൽക്കുന്നത്? ഈ പൂരത്തിൻ്റെ ഓരോ നിമിഷത്തിലും അലിഞ്ഞു ചേരാൻ, ഈ പൂരം ആസ്വദിക്കാൻ. ഇപ്പോൾ ആ തെക്കേ ഗോപുരനടയ്ക്ക് മുമ്പിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് ആനയ്ക്ക് കടന്നു പോകുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സുരക്ഷയാണ്. ആ തെക്കേ ഗോപുരനടയ്ക്ക് മുമ്പിലേക്ക് നിശ്ചയിക്കപ്പെട്ടവരെ അല്ലാതെ ആരെയും ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടില്ല. വലിയ വടവും വലിയ മരങ്ങളുമെല്ലാം ആ ബാരിക്കേഡുമെല്ലാം വെച്ചുകൊണ്ട് തടുത്തു നിർത്തിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുമുള്ള ആളുകളെ മാത്രമാണ്. അല്പസമയത്തിനകം തന്നെ ഈ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ തെക്കോട്ടിറക്കം പൂർത്തിയായി കഴിഞ്ഞാൽ, ആ ആനകൾ ഇങ്ങനെ കടന്നുപോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാരിക്കേഡ് മാറ്റും. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഇരുവശത്തും തെക്കോട്ടിറക്കം കാണാനും അതുപോലെ തന്നെ കുടമാറ്റം കാണാനും അക്ഷമരായി കാത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെ അണപൊട്ടിയ പോലെ ഈ ഗോപുര നടയ്ക്ക് മുൻപിലേക്ക് ഒഴുകി എത്തും എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായി ഇരുവശത്തേക്കും തല വെട്ടിച്ച് ആരാണ് ഏറ്റവും നല്ല കുട ഉയർത്തുന്നത്? തിരുവമ്പാടി വെള്ളക്കുട ഉയർത്തിയാൽ സ്വർണ്ണ നിറമുള്ള കുട ഉയർത്താൻ പാറമേക്കാവും, അതുപോലെ തന്നെ പച്ചക്കുട ഉയർത്തിയാൽ അതിനേക്കാൾ നീലിമയുള്ള നീലക്കുട ഉയർത്താൻ തയ്യാറായി തിരുവമ്പാടിയും. അങ്ങനെ മത്സരിച്ച് കുട ഉയർത്തുകയും ഓരോ കുടയ്ക്ക് മറ്റൊരു കുട കൊണ്ട്, അതിനേക്കാൾ ഭംഗിയുള്ള കുട കൊണ്ട്, സർപ്രൈസ് കുടകൾ കൊണ്ട്, സ്പെഷ്യൽ കുടകൾ കൊണ്ട് മറുപടി നൽകുന്ന ആ വാശിയേറിയ മത്സരം, ആ വാശിയേറിയ കുടമാറ്റം കാണാൻ വേണ്ടി കാത്തിരുന്നവർക്ക് മുമ്പിലേക്ക് ഇത്തവണ പക്ഷേ അത്തരം വ്യത്യസ്തകളൊന്നുമില്ല. അവർ ഇത്തവണയുള്ളത് ആചാരം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, കുടമാറ്റമെന്ന ചടങ്ങ് നടക്കുന്നതിന് വേണ്ടി മാത്രമുള്ള
ചില കുടകൾ മാത്രമാണ്. വളരെ ചുരുക്കിയ എണ്ണം കുടകൾ കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുടമാറ്റം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അല്ലെങ്കിൽ അത്തരത്തിലാണ് കഴിഞ്ഞ അവലോകന യോഗത്തിൽ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിയന്ത്രണമാണ്. സ്വയമേവ തൃശ്ശൂർ പൂരം നിയന്ത്രിച്ചിരിക്കുകയാണ് തൃശ്ശൂരുകാർ. എന്നിരുന്നാൽ പോലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം കണ്ടോ. ഇവർക്ക് മുമ്പിലേക്ക് എങ്ങനെയാണ് പൂരമൊന്ന് ഇത്രയും ചുരുക്കി നടത്താൻ കഴിയുക? ഈ പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനല്ലേ അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചടങ്ങുകൾ കൊണ്ട് ഇത്തവണ നമ്മൾ തൃപ്തിപ്പെടുകയാണ്. ഉയർത്തുന്ന കുടകളുടെ എണ്ണം ഒരുപക്ഷെ 6, 7, 10, 15 ആയാൽ പോലും കുടമാറ്റത്തിൽ ഞങ്ങൾ ഭാഗമായി. തൃശ്ശൂർ പൂരം ഇന്ന് ആരും ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് എത്തില്ല എന്നോ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് ആള് കുറഞ്ഞോ എന്നോ ഒരു ദുഷ്പേര് ഇത്തവണ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള പൂരപ്രേമികൾ ആണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പല വിധത്തിലുള്ള പ്രചാരണങ്ങൾ പല മേഖലകളിൽ നിന്ന് ഉയർന്നിരുന്നു. കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്നുള്ള പല വിധത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മഹത്വമെന്നും തൃശ്ശൂർ പൂരം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്താണെന്നും തൃശ്ശൂർ പൂരത്തിൻ്റെ വിവിധ തലങ്ങൾ എന്തൊക്കെയാണെന്നും ഐതിഹ്യപരമായും അതുപോലെ തന്നെ ചരിത്രപരമായി ഇപ്പോഴിതാ തെക്കോട്ടിറക്കത്തിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ആ മേളം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മേള കലാകാരന്മാർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് അതിമനോഹരമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം ഇപ്പോൾ മേള കലാകാരന്മാർ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇത് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ മേള കലാകാരന്മാരാണ്. അവർ പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പിന്നാലെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാറമേക്കാവ് ഭഗവതി സർവാഭരണ വിഭൂഷിതയായി പുറത്തിറങ്ങുന്നത്. ആ സർവാഭരണ വിഭൂഷിതയായ പാറമേക്കാവ് ഭഗവതിയെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രേക്ഷകർ കണ്ടിരുന്നു. അത് ഭഗവതിയുടെ പൂരപ്പുറപ്പാട്. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അത്. ആ ചുവന്ന നിറത്തിലുള്ള ആ ഗോപുരം തൃശ്ശൂർ റൗണ്ടിലേക്ക് ഒരിക്കലെങ്കിലും എത്തിയവർക്ക് കണ്ടിട്ടുണ്ടാകും. റോഡിൻ്റെ ഒരു വശത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരവും ഒരു വശത്ത് ചുവന്ന നിറത്തിലുള്ള പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കവാടവും. ഈ രണ്ട് കവാടങ്ങൾക്കിടയിൽ നിന്ന് പ്രാർത്ഥിച്ച് നെറ്റിയിലൊരു പ്രാർത്ഥിച്ച് കടന്നു പോകാത്ത വിശ്വാസികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവിടെ കുടികൊള്ളുന്ന ഈ ദേശദേവത പാറമേക്കാവ് ഭഗവതി സർവാഭരണ വിഭൂഷിതയായി ആ വലിയ രാജകീയ പ്രൗഢിയോടെ പുറത്തിറങ്ങുന്ന കാഴ്ച, ആ പൂരപ്പുറപ്പാട് എന്ത് മനോഹരമായിട്ടുള്ള പൂരപ്പുറപ്പാടായിരുന്നു കണ്ടത്. അതിനുശേഷമുണ്ടായ ആ ചെമ്പടമേളം, എത്ര മനോഹരമായ ചെമ്പടമേളമാണ് അരങ്ങേറിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ആ ചെമ്പടമേളമാണ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ അവർ കിഴക്കേ ഗോപുരനട വഴി കടന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത്. വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതിന് ശേഷം അതിമനോഹരമായൊരു ഇലഞ്ഞിത്തറ മേളം നാം കണ്ടു എന്നുള്ളതാണ്. ഇപ്പോഴിതാ മേളം പൂർണ്ണമായി പുറത്തെത്തിയതിന് ശേഷം ആളുകൾ ആരവം മുഴക്കുന്ന കാഴ്ചകൾ നമ്മൾക്ക് കാണാം. ശബ്ദം ഇവിടെ നിന്ന് കേൾക്കാം. അത് എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന ജനതയുടെ വലിയൊരു ആഹ്ലാദത്തിൻ്റെതായിട്ടുള്ള ശബ്ദമാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം അവർ കാത്തിരിക്കുന്നത് തെക്കോട്ടിറക്കത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. തെക്കോട്ടിറക്കം എത്രത്തോളം മനോഹരമായി അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. ഇരുവശത്തുമായി തടിച്ചു കൂടിയിരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങൾ ഇപ്പോൾ അവിടേക്ക് ഈ പോലീസിൻ്റെ നിയന്ത്രണം പിൻവലിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും അവർ ഇതിനകത്തേക്ക് ഒഴുകിയെത്തും. അവർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ആ തെക്കേ ഗോപുരനടയ്ക്ക് മുമ്പിൽ ഇടം പിടിക്കും. ഇനിയുള്ള മണിക്കൂറുകളായിരുന്നു ഒരുപക്ഷെ കഴിഞ്ഞ പൂരം മുതൽ നമ്മൾ കുടമാറ്റം കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മണിക്കൂറുകളില്ല, കുറച്ച് സമയം മാത്രമേ കുടമാറ്റം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സമയം മാത്രം മതി, അത്രയെങ്കിലും നമുക്ക് കുടമാറ്റം കാണാൻ സാധിക്കുമല്ലോ. അത്രയെങ്കിലും നമുക്ക് ഇപ്പോഴിതാ ആ തൃക്കടവൂർ ശിവരാജുവിൻ്റെ അതെറ്റിപ്പട്ട തിളക്കം പ്രേക്ഷകർ കാണുന്നില്ലേ? ആ പൂരപ്പുറപ്പാടിന് ശേഷം ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം തൃക്കടവൂർ ശിവരാജു എന്ന ഗജശ്രേഷ്ഠൻ ആ ചെവി രണ്ടുമാട്ടി ഇപ്പോഴിതാ ആ ഗോപുരത്തിൻ്റെ അപ്പുറത്ത് നിന്ന് ഒന്ന് ഒളിഞ്ഞു നോക്കുന്നത്
പോകുന്നത് കണ്ടില്ലേ? എന്തു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആ ഇരുട്ട്, ആ ഗോപുരത്തിന്റെ ഇരുട്ടിനപ്പുറത്തേക്ക് ആ പുറമേ നിന്നുള്ള സൂര്യകിരണങ്ങൾ നെറ്റിപ്പട്ടത്തിൽ തട്ടി അങ്ങ് പ്രതിഫലിച്ച് ഈ ക്യാമറ കണ്ണിലേക്ക് എത്തുമ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എന്നുള്ളതാണ്. അതിനകത്ത് നിന്ന് ഇപ്പോഴിതാ പാറമേക്കാവ് ഭഗവതി പുറത്തിറങ്ങുന്നതോടെ തെക്കോട്ടിറക്കത്തിന്റെ ആദ്യ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അരുണെ, ഈ തെക്കോട്ടിറക്കത്തിന്റെ മനോഹരമായ കാഴ്ചയിലേക്ക് എത്തുന്നു. എത്രത്തോളം ജനങ്ങളാണ് അവിടെ കാത്തിരിക്കുന്നത്. അവരെല്ലാം അക്ഷമരായി തന്നെ കാത്തിരിക്കുകയാണ്. തെക്കിന്റെ ദേവരുടെ ഒരു മഹാഭാഗ്യമെന്ന് ഈ നിമിഷം നമുക്ക് പറയാനാകും. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ ആന തെക്കിന്റെ ദേവർ തൃക്കടവൂർ ശിവരാജു, ആയിരക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്ന ആ മാനസപുത്രനാണ് സർവാഭരണ വിഭൂഷിതയായ പാറമേക്കാവിലമ്മയ്ക്ക് ഉത്തമ പീഠമൊരുക്കിക്കൊണ്ട് ആ തെക്കേ ഗോപുരനട കടന്നിങ്ങ് വരുന്ന മനോഹരമായുള്ള കാഴ്ച ഒരു ഗജശ്രേഷ്ഠനെ സംബന്ധിച്ചോളം ഇത്ര അഭിമാനകരമായുള്ള ഒരു മനോഹരമായുള്ള ആ ഒരു ഭാഗ്യം പിന്നെങ്ങനെ ലഭിക്കാം? ഈ ദൃശ്യങ്ങളിൽ കണ്ടോ എത്ര മനോഹരമാണ് ഈ ജനസഞ്ചയം തന്നെ അതിന് തെളിവാണ് അരുണെ. അവർ എത്ര നാളായി കാത്തിരിക്കുന്നു, എത്ര മാസങ്ങളായി കാത്തിരിക്കുന്നു. ഒരു വർഷത്തെ കാത്തിരിപ്പിത തെക്കോട്ടിറക്കം സംഭവിക്കുകയാണ്. തെക്കോട്ടിറങ്ങുകയാണ് പാറമേക്കാവ് ഭഗവതി. സർവാഭരണ വിഭൂഷിതയായ ഭഗവതി ഇതാ തെക്കേ ഗോപുര നടയിലൂടെ പുറത്തേക്കിറങ്ങുന്നു, തെക്കോട്ടിറങ്ങുന്നു. തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ കാത്തിരിക്കുന്ന 10,000-കണക്കിന് ആളുകളിലേക്ക് ആരവങ്ങൾക്ക് നടുവിലൂടെ ആ എഴുന്നള്ളിപ്പ്, ആ തെക്കോട്ടിറക്കം നടക്കുന്ന ആ മനോഹരമായുള്ള കാഴ്ച, ആ മനോഹരമായുള്ള കാഴ്ചകളാണ് ഈ ഭക്തസഹസ്രങ്ങൾ, പൂരപ്രേമികൾ ഈ ഒരു മണ്ണിൽ നിന്നും ഇവിടെ നിന്നും കാണുന്നത്. ആ തലയെടുപ്പോടുകൂടി അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണുന്നില്ലേ? ഇപ്പോഴിതാ ആ ഗജശ്രേഷ്ഠൻ പൂർണ്ണമായും തെക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. തുമ്പിയുയർത്തി ഇതാ കേരളത്തിന്, ഈ പൂര കേരളത്തിന് വന്ദനം നൽകുന്നു തൃക്കടവൂർ ശിവരാജു. അദ്ദേഹത്തിന്റെ മസ്തകത്തിൽ ഇതാ പൂർണ്ണമായും വിരാജിക്കുകയാണ് പാറമേക്കാവ് ഭഗവതി. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്! ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട പശ്ചാത്തലമാക്കി ഉള്ള ഈ കാഴ്ച എന്നുള്ളത്. അത് വീണ്ടും നമ്മൾ കാണുന്നു. നമ്മൾ ഓരോ ദേശങ്ങളും ഓരോ ഘടകക്ഷേത്രങ്ങളും ഇതുവഴി കടന്നു പോകുമ്പോഴും ആ നൽകുന്ന ആ ആരവും ആ നൽകുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജ്ജം എത്രയാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ തെക്കോട്ടിറക്കം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാത്തു നിൽക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിലേക്ക് ആ പാറമേക്കാവ് ഭഗവതി, സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഭഗവതി ഇതാ എഴുന്നള്ളിയിരിക്കുന്നു. എന്ത് മനോഹരമായാണ് ആ തിടമ്പ് അലങ്കരിച്ചിരിക്കുന്നത്. ആ ആനയെ ചമയം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് എന്ത് മനോഹരമായാണ്. ആ കോലത്തിന്റെ വർണ്ണവിന്യാസം കണ്ടില്ലേ പ്രേക്ഷകരെ? എത്ര മനോഹരമായിട്ടുള്ള കോലമാണ് അലങ്കരിച്ചിരിക്കുന്ന. പല വർണ്ണ പൂക്കളാൽ ആ കദംബമാലകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ആ തെച്ചിപ്പൂവിന്റെയും തുളസിയുടെയും ആ കദംബം, ആ ഒരു കോലത്തിന് ചുറ്റുമുള്ള അലങ്കാരം കണ്ടില്ലേ? എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അത്. അതുപോലെ തന്നെ വയലറ്റും വെള്ളയും ആ തെച്ചിപ്പൂവിന്റെ ചുവപ്പും ചേർന്നുകൊണ്ടുള്ള ആ മാല, ആ പാറമേക്കാവ് ഭഗവതിയുടെ ആ കോലത്തിന് മുകളിലുള്ള ആ മാലയുടെ അലങ്കാരം കണ്ടില്ലേ? അതിന് തൊട്ടു താഴെ വിരാജിക്കുന്ന പാറമേക്കാവ് ഭഗവതിയെ കണ്ടില്ലേ? സർവാഭരണ വിഭൂഷിതയായ ദേവി, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ഭക്തരിപ്പോൾ ഈ ദേവിയുടെ തിടമ്പ് കണ്ട് നമ്മുടെ TV സ്ക്രീനിന് മുമ്പിൽ ഇപ്പോൾ ഉരുവിടുന്നുണ്ടാവും ആ മഹത്തായിട്ടുള്ള നാമസങ്കീർത്തനങ്ങൾ. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളിയിരിക്കുന്നു. തെക്കേ ഗോപുര നടയ്ക്ക് പുറകിലേക്ക്, തെക്കേ ഗോപുര നട മുന്നിലേക്ക് തെക്കോട്ടിറങ്ങിയിരിക്കുന്നു. ഇപ്പോഴിതാ മറ്റൊരു ഗജശ്രേഷ്ഠം കൂടി, അതായത് പാറമേക്കാവിലമ്മയുടെ തൃക്കടവൂർ ശിവരാജുവിന്റെ വലംപറ്റായിട്ടുള്ള ആന കൂടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തെക്കേ ഗോപുര നട പുറത്തിറങ്ങിയിരിക്കുന്ന തൃക്കടവൂർ ശിവരാജ് ചുവന്ന കുടയിലും അതുപോലെ തന്നെ ഗജനിരയിൽ മുഴുവൻ മറ്റു പച്ച കുടയും നിവർത്തിയുള്ള ആ ഒരു നിൽപ്പ് അല്പസമയത്തിനകം കാണാൻ കഴിയും. ഇപ്പോഴിതാ വലത്തേക്കൂട്ടാന ഇറങ്ങിയിരിക്കുന്നു. ഇനി ഇടത്തേക്കൂട്ടാന ഇറങ്ങും. അങ്ങനെ ഒന്നൊന്നൊന്നായി 15 ആനകൾ അണിനിരക്കുമ്പോൾ പാറമേക്കാവ് ഭഗവതിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഗജനിര നമുക്ക് കാണാൻ സാധിക്കും. ആ ഗജനിരയ്ക്ക് മുകളിലാണ് വർണ്ണപ്രപഞ്ചം തീർക്കുന്ന കുടമാറ്റം സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ചുരുങ്ങിയ കുടകളായിരിക്കാം, ചുരുങ്ങിയ വർണ്ണങ്ങളായിരിക്കാം. ഇത്തവണ സ്പെഷ്യൽ കുടകൾ ഉണ്ടായിരിക്കില്ല, ഇത്തവണ LED കുടകൾ ഉണ്ടായിരിക്കില്ല, ഇത്തവണ ചരിത്ര സംഭവങ്ങളും ആനുകാലിക സംഭവങ്ങളും എല്ലാം പ്രതിഫലിക്കുന്ന കുടമാറ്റം ഇത്തവണ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഞങ്ങളിവിടെ വരും, ഞങ്ങൾ ഇത്തവണ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുമ്പിലെത്തും. കുടമാറ്റം ഒറ്റ കുട മാത്രമേ ഉള്ളൂവെങ്കിൽ, ഒറ്റ ആന മാത്രമേ ഉള്ളൂവെങ്കിലും ഞങ്ങളിവിടെ എത്തിയിരിക്കുമെന്ന് ഉറപ്പിച്ച ജനത. എന്തൊരു മനുഷ്യരാണ്!
മനസ്സിലാണ് ഈ മനുഷ്യർ. എത്രയോ ഈ പൂരത്തെ ഇത്രയും മനസ്സിൽ വെച്ചിട്ടുള്ള ഈ ജനതയ്ക്ക് എങ്ങനെയാണ് പൂരപ്രേമികൾ എന്ന് മാത്രമല്ല വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. പൂരത്തെ അത്രമേൽ പ്രണയിച്ചവരാണ് അവർ, പൂരത്തെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കിയവരാണ് അവർ, പൂരത്തെ അത്രയധികം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരാണ് അവർ. ഇന്ന് പൂരം കഴിഞ്ഞ് ഇന്ന് വെടിക്കെട്ടില്ല, നാളെ ഇരു ദേവസ്വങ്ങളും ഇരു ദേവിമാരും പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും ഉപചാരം ചൊല്ലി പിരിഞ്ഞാലും അവർക്ക് പൂരം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പൂരത്തിൻ്റെ പോരായ്മകളെല്ലാം അവർ പഠിക്കും, അവർ ചർച്ച ചെയ്യും. അവർ അടുത്ത ഓരോ ദിവസവും അടുത്ത പൂരത്തിനുള്ള തയ്യാറെടുപ്പാണ്. അടുത്ത പൂരത്തിന് എന്ത് സ്പെഷ്യൽ കുട കൊണ്ടുവരും, അടുത്ത പൂരത്തിന് എങ്ങനെ നമുക്ക് ഇത്തവണത്തെ പോരായ്മകൾ ഇല്ലാതാക്കാം, വെടിക്കെട്ടിൽ എങ്ങനെ നമുക്ക് കൂടുതൽ സുരക്ഷ തയ്യാറാക്കാം, ഒപ്പം തന്നെ ഏറ്റവും മനോഹരമായ കുട എവിടെ നിന്ന് കൊണ്ടുവരാം, ഏറ്റവും മനോഹരമായ തുണിത്തരങ്ങൾ, കുടയ്ക്ക് ഏറ്റവും നല്ല തുണി എവിടെ നിന്ന് കൊണ്ടുവരാം, ഏറ്റവും നല്ല അലക്കുകൾ എവിടെ നിന്ന് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഓരോ സ്പെഷ്യൽ കുടകളും ഓരോ ക്ലബ്ബുകളും അതുപോലെ തന്നെ ഓരോ കൂട്ടായ്മകളും തയ്യാറാക്കുന്നതാണ് ഓരോ സ്പെഷ്യൽ കുടകൾ. അവരെല്ലാം അവരുടെ കണ്ണീരിനൊപ്പമാണ് നമ്മളിപ്പോൾ ഇന്നുള്ളത്. അവരിപ്പോൾ വളരെ വിഷമത്തിലായിരിക്കും. കാരണം അവർ മാസങ്ങളായി പണിയെടുത്ത് തയ്യാറാക്കിയ വിവിധ ദേശങ്ങളിൽ തയ്യാറാക്കിയ കുടകൾ അവർക്കിന്ന് പ്രദർശിപ്പിക്കാനായില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർക്കത് അടുത്ത വർഷത്തേക്ക് കരുതി വെച്ചിരിക്കും. അവർ അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ കുടമാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ, അതായത് ഈ വർഷത്തെ നടത്താൻ കഴിയാത്ത, പ്രദർശിപ്പിക്കാൻ കഴിയാത്ത കുടകൾ കൂടി ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ കുടമാറ്റമായിരിക്കും. അതിൻ്റെ പ്രൗഢി ഒന്ന് വേറെയായിരിക്കും, അതിൻ്റെ സമ്പന്നതയൊന്ന് വേറെയായിരിക്കുമെന്ന് പറയാൻ നമുക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയുമെന്നുള്ളതാണ്. ഓരോരോ ആനകളിങ്ങനെ പാറമേക്കാവ് ഭഗവതിയുടെ ഇരുവശത്തേക്കും അണിനിരക്കുക എന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേളം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് പതിയെ 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 ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു, പതിയെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തെക്കോട്ടിറക്കം സംഭവിച്ചു കഴിഞ്ഞു. അത് പാറമേക്കാവ് വിഭാഗത്തിന്റെ തെക്കോട്ടിറക്കമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതിയുടെ ഗജനിര അവിടെ പൂർണ്ണമായാൽ അവർ വീണ്ടും അവിടെ നിന്ന് ആലവട്ടവും വെഞ്ചാമരവും ഒന്ന് വീശി ഈ പൂരപ്രേമികളെ എല്ലാവരെയും ഒന്ന് അതിൻ്റെ കാഴ്ചകളെല്ലാം തന്നെ കാണിച്ച് അവിടെ നിന്ന് മുന്നോട്ട് ചലിച്ചു തുടങ്ങും. ഈ മുന്നിൽ നിൽക്കുന്ന പുരുഷാരത്തെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കും മാറ്റിക്കൊണ്ട് അവർ മുന്നോട്ട് വന്ന് അവർ സ്വരാജ് റൗണ്ടിലേക്ക്, അതായത് വടക്കുന്നാഥൻ്റെ പ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ആ സ്വരാജ് റൗണ്ടിലേക്ക് ഈ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഗജനിര സഞ്ചരിക്കും. അവിടെ നിന്ന് കുറച്ചാനകൾ മാത്രം, 3 ആനകൾ മാത്രം മുന്നോട്ട് പോയി രാജാവിനെ വണങ്ങി തിരികെ ഇവിടെ വരും. അപ്പോഴേക്കും തിരുവമ്പാടി വിഭാഗം അവിടെ എത്തിയിട്ടുണ്ടാവും. തിരുവമ്പാടി വിഭാഗവും തെക്കോട്ടിറങ്ങും. അങ്ങനെ ഇരുവിഭാഗങ്ങളും മുഖത്തോട് മുഖം തിരിച്ചു നിൽക്കുമ്പോൾ ഒരു ആരവം ഇവിടെ നിന്ന് ഉയരാനുണ്ട് അവരുടെ. കാരണം അവർ കാത്തിരുന്ന നിമിഷം അതാണ്. കാരണം അവർ ദിവസങ്ങളായി കാത്തിരിക്കുന്നത് ഈ കുടകളിങ്ങനെ ആവേശത്തോടെ മാറ്റുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ആസ്വാദനം ഏതൊക്കെ വഴിയിലാണെന്ന് ആലോചിക്കൂ. നമ്മൾ മറ്റൊരു പൂരത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരാചാരമേ ഉണ്ടാവൂ. അവർക്ക് ആസ്വദിക്കാൻ ഒരുപക്ഷെ ഒരൊറ്റ കലാരൂപം മാത്രമേ ഉണ്ടാകൂ, അല്ലെങ്കിൽ 1 or 2 കലാരൂപം മാത്രമേ ഉണ്ടാകൂ. അവർക്കൊരു പക്ഷേ വെടിക്കെട്ട് കാണാനായിരിക്കും ഒരു ഉത്സവത്തിന് പോകുന്നത്. അതേപോലെ തന്നെ നല്ലൊരു മേളം കേൾക്കാൻ അവർ മറ്റൊരു ഉത്സവത്തിന് പോകേണ്ടി വരും. പക്ഷേ പൂരങ്ങളുടെ പൂരമെന്ന് തൃശ്ശൂർ പൂരത്തെ പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ കേരളത്തിൽ എന്തൊക്കെയുണ്ടോ മേളത്തിലും അതുപോലെ തന്നെ വർണ്ണവിസ്മയത്തിലും അതുപോലെ തന്നെ ശബ്ദവിസ്മയത്തിലും എല്ലാം എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം ബെസ്റ്റ്. ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച മേള കലാകാരന്മാർ, ഇന്ന് കേരളത്തിൽ അണിനിരത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച ഗജശ്രേഷ്ഠന്മാർ, ഇന്ന് കേരളത്തിൽ അണിനിരത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ വെടിക്കെട്ട്, ഇതെല്ലാം ഉണ്ടാവുന്നത് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശിവപേരൂരിൻ്റെ ഈ പൂരത്തിന് പൂരങ്ങളുടെ പൂരമെന്ന് പേര് കേട്ടത്. ഈ നിമിഷം മലയാളികളുടെ കണ്ണും കാതും ഇന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ വടക്കുന്നാഥൻ്റെ ഈ റൗണ്ടിലാണ്, ഈ വൃത്തത്തിലാണ്. ഈ വൃത്തത്തിലേക്ക് മലയാളിയുടെ ലോകം ഇന്ന് ചുരുക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ വിശാലമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അവരെല്ലാം കാത്തിരിക്കുന്നത് ഈ റൗണ്ടിനകത്ത് നടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ചടങ്ങുകളിലേക്കും അതിൻ്റെ ദൃശ്യ ശ്രാവ്യ വിസ്മയങ്ങളിലേക്കുമാണ് അവർ കടന്നു പോകും.
അവർ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ലോക മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ സഞ്ചരിക്കുന്ന ഒരേ ഒരിടം അത് തൃശ്ശൂരായിരിക്കും. വിവിധ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം മലയാളികൾ ഇന്ന് വരുന്ന ഒരേ ഒരിടം, ഏറ്റവും കൂടുതൽ മലയാളികൾ സംഗമിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരായിരിക്കും. അതുപോലെ തന്നെ ലോകത്ത് ഇന്ന് ഈ ഒരു നിമിഷം ഇത്രമേൽ സുന്ദരമായ മറ്റൊരു നിമിഷവും സംഭവിക്കുന്നില്ലെന്നേ. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ തൃശ്ശിവ പേരൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോഴിതാ ആനകൾ ഒന്നൊന്നായി അണിനിരന്നു കഴിഞ്ഞു. ഏതാണ്ട് 9 ആനകൾ, അതായത് ഇരുവശത്തും 4 ആനകളും അതുപോലെ തന്നെ നടുക്ക് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ തൃക്കടവൂർ ശിവരാജുവും അണിനിരന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എന്തൊരു ചന്തമാണ് ആ ഗജനിരക്ക്. അതുപോലെ തന്നെ ഇനിയും ആനകൾ 15 ആനകൾ അണിനിരക്കാനുണ്ട്. ആകെ ഈ 15 ആനകൾ അണിനിരന്നു കഴിയുമ്പോഴുള്ള ആ എഴുന്നള്ളിപ്പിൻ്റെ ഒരു പ്രൗഢി എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അത് അനുഭവിച്ച് തന്നെ അറിയണം. എത്രയോ നൂറ്റാണ്ടായി അനുഭവിക്കുന്നതാണ്. നമ്മളിപ്പോഴും ഓരോ വർഷവും ഇത് വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല എന്നും ഇതിൻ്റെ ചന്തം കണ്ടില്ലേ എന്നും ഓരോ തവണ നമ്മളിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. ഇത് തന്നെയല്ലേ കഴിഞ്ഞ തവണയും കണ്ടത്, ഇത് തന്നെയല്ലേ അതിന് മുമ്പത്തെ വർഷവും കണ്ടത്, ഇത് തന്നെയല്ലേ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മൾ കണ്ടത്. പക്ഷേ എന്താണ് ഓരോ വർഷവും ഇതിന് ലഭിക്കുന്ന പ്രത്യേകത? ഇത് എന്തുകൊണ്ടാണ് ഓരോ വർഷവും ജനങ്ങൾക്ക് ഇതിലേക്ക് കണ്ടവർ തന്നെ ഓടിയെത്തുന്നത്? എന്തുകൊണ്ടാണ്? അത് ഓരോ വർഷവും നൽകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ്. പൂരം ഓരോ വർഷവും നവീകരിക്കപ്പെടുന്ന കാഴ്ച അത്ഭുതമൂറിക്കൊണ്ട് കാണുന്ന ഒരു ജനതയാണ് പൂരപ്രേമികൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കടലും ആനയും എത്ര കണ്ടാലും മതി വരില്ല, ഒരു തവണ കാണുന്ന കടലല്ല പിന്നീട് കാണുന്നത് എന്നുള്ളൊരു പഴമൊഴിയുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു തവണ കാണുന്ന ആനയല്ല പിന്നീട് കാണുന്നത്. ഓരോ തവണയും ആനയുടെ നിൽപ്പിന്, ആനയുടെ താളത്തിന്, ആനയുടെ ചെവിയാട്ടത്തിന്, ആനയുടെ ഇടംകാലിലേക്കും വലംകാലിലേക്കും ഊന്നിയുള്ള ആ നിൽപ്പിന്, ആ തുമ്പിയാട്ടത്തിന്, എല്ലാത്തിനും പല വിധത്തിലുള്ള സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ ഓരോ തവണ കാണുന്ന ആനയും വ്യത്യസ്തമാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ആനകളിങ്ങനെ ചെവിയാട്ടി. അടുത്ത ചൂടാണ് നമുക്കറിയാം. പക്ഷേ അതിനെല്ലാം ദൂരീകരിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ദേവസ്വങ്ങളും. തീർച്ചയായും ഈ ഗജനിര ഇപ്പോഴിതാ പൂർണ്ണമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പതിയെ പതിയെ ആ വാദ്യകലാകാരന്മാരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേവസ്വം പ്രതിനിധികളും തെക്കോട്ടിറങ്ങിയതിനു ശേഷം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടിൽ എത്രയോ ആളുകളാണ് ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്. അവരെല്ലാം ഇപ്പോൾ ആ മുൻപിൽ നിൽക്കുന്ന ബാരിക്കേഡ് ഇപ്പോഴൊന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നിൽപ്പാണ്. ഇപ്പോഴിതാ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച, നമ്മുടെ തൃക്കടവൂർ ശിവരാജുവിൻ്റെ നിലവ് ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ആ ഗജശ്രേഷ്ഠൻ്റെ ആ ആകാരവും ആ തലപ്പൊക്കവും എല്ലാം മനോഹരമായി കാണുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഭക്തജനങ്ങളും പൂരപ്രേമികളും എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് മലയാളികൾ. പ്രേക്ഷകർ തുടരുക. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാനിരിക്കുന്നത്. തെക്കോട്ടിറക്കം അതിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് മാത്രമേ പ്രവേശിച്ചിട്ടുള്ളൂ. ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ അതിമനോഹരമായിട്ടുള്ള തെക്കോട്ടിറക്കവും ഈ ഗജശ്രേഷ്ഠന്മാരുടെ മന്ദമായുള്ള ആ മുന്നോട്ടുള്ള നടപ്പുമെല്ലാം തന്നെ നമുക്ക് കാണാനുണ്ട്. അതിനുശേഷം വർണ്ണാഭമായിട്ടുള്ള കുടമാറ്റവും കാണാനുണ്ട്. ചുരുങ്ങിയ സമയമെങ്കിലും 1-2 കുടകളോ അല്ലെങ്കിൽ 5, 6, 10, 15 കുടകളാണെങ്കിൽ പോലും മണിക്കൂറുകളില്ല. ഇത്തവണ 15 മിനിറ്റ് മാത്രമേ കുടമാറ്റമുള്ളൂവെങ്കിലും അത് നൽകുന്ന കാഴ്ചയും അനുഭവവും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് ഈ ജനലക്ഷങ്ങൾ ഈ വെയിലെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട്, ഈ ചൂടെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ ഈ ഒരു റൗണ്ടിനുള്ളിലേക്ക് പൂര കേരളം, സാംസ്കാരിക കേരളം, ആ ഉത്സവ പ്രേമികളൊക്കെ തന്നെയും ഒതുങ്ങാനുള്ള മനോഹരമായുള്ള കാര്യം എന്ത് എന്ന് നമുക്ക് എത്രയോ വർഷങ്ങളായി പൂരം റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എല്ലാ ചടങ്ങുകളിലും ഒരു വലിയ പുതുമയുണ്ടാകുന്നു. ആ പുതുമ തന്നെയാണ്, ആ പ്രൗഢി തന്നെയാണ്, ആ പാരമ്പര്യത്തിൻ്റെ തനിമ തന്നെയാണ് ഈ പൂരത്തെ എന്നും വേറിട്ടതാക്കുന്നത്. എത്ര മനോഹരമാണ്! എത്രയൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് വിവരിച്ചാലും ഈ ഒരു കാഴ്ച ഒരു കാരണവശാലും ഇവിടെ നിന്നും നമുക്ക് പകർന്നു നൽകാൻ കഴിയില്ല. ആയുസ്സിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പൂരച്ചടങ്ങുകളൊക്കെ തന്നെയും കാണണം. ആ പൂരച്ചടങ്ങുകളൊക്കെ തന്നെയും ആസ്വദിക്കണം. അതല്ല എങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായുള്ള ഒരു നിമിഷമായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും
കുറവുമില്ല. എന്തായാലും സർവാഭരണ വിഭൂഷിതയായി അമ്മ എഴുന്നള്ളുകയാണ്. പാറമേക്കാവിലമ്മ എഴുന്നള്ളുകയാണ്. ആ മനോഹരമായുള്ള ചടങ്ങ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് കേരളത്തിൽ നിന്നും മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ നഗരിയിലേക്ക്, പൂരനഗരിയിലേക്ക്, ശക്തൻ്റെ തട്ടകത്തിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗജതിര ഏകദേശം പൂർണ്ണ അവസ്ഥയിലേക്ക് ആകുന്നു. ആ ഒരു മനോഹരമായുള്ള കാഴ്ചയിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും മണിക്കൂറുകളായി തുടരുന്ന ആ പൂരക്കാഴ്ചകൾക്ക്, ആ മനോഹരമായുള്ള കാഴ്ചകൾക്ക് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ഉത്സവ കേരളം കാത്തിരുന്ന, പൂര കേരളം കാത്തിരുന്ന, പൂരപ്രേമികൾ കാത്തിരുന്ന, ആനപ്രേമികൾ കാത്തിരുന്ന ആ മഹാപൂരം, പൂരങ്ങളുടെ പൂരം. ആ പൂരം ഇങ്ങ് പെയ്തിറങ്ങുകയാണ്. തെക്കോട്ടിറക്കം എന്നുള്ള ആ മനോഹരമായുള്ള ചടങ്ങ്, ഏറ്റവും മനോഹരമായുള്ള ചടങ്ങ്, ഏറ്റവും ഹൃദ്യമായ ചടങ്ങ്, ഏറ്റവും പ്രൗഢമായുള്ള ചടങ്ങ്. അങ്ങനെ കാത്തിരുന്ന പുരുഷാരത്തിന് നടുവിലേക്ക്, 10,000കണക്കിന് പൂരപ്രേമികൾക്ക് നടുവിലേക്ക് അതിങ്ങ് പെയ്തിറങ്ങുകയാണ്.